നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുർക്കി. തുർക്കിയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ സഹായവുമായി ഓടിയെത്തിയ ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾ മാത്രമല്ല സൈനിക പ്രവർത്തകരെയും നൽകി ഇന്ത്യയെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടാൻ പാകിസ്ഥാനെ സഹായിച്ചു എന്ന കണ്ടെത്തൽ തുർക്കിക്കെതിരായ വലിയ ആക്രമണത്തിന് കാരണമായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അപലപിക്കുകയും ചെയ്തതോടെ തുർക്കി മാത്രമല്ല അസർബൈജാനും ഇന്ത്യക്കാരുടെ രോഷത്തിന് പാത്രമായിരിക്കുകയാണ്. പഹൽഗാം താഴ്വരയിൽ നിഷ്കളങ്കരായ 26 പേർ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ മരിച്ചു വീണതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപായിരുന്നു ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത്. അങ്കാറ വഞ്ചിച്ചതായി തോന്നിയതിനാൽ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ഇന്ത്യയിൽ നിന്ന് യാത്ര ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും വ്യാപകമായി. ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും ട്രാവൽ ഓപ്പറേറ്റർമാരും ഈ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിംഗ് നിർത്തിവെച്ചു. പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് തുർക്കി ഉൽപ്പന്നങ്ങളും ടൂറിസവും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ രാജ്യമെമ്പാടും ഉയർന്നിട്ടുണ്ട്. ആപ്പിൾ, മാർബിൾ തുടങ്ങിയ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ വ്യാപാരികളും തീരുമാനിച്ചു. രാഷ്ട്രീയക്കാരും അഭിനേതാക്കളും മുതൽ സൈനികർ വരെ എല്ലാവരും തുർക്കി ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനത്തിൻ്റെ ഭാഗമാകുകയാണ് ഇപ്പോൾ. ഇത് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മറ്റു മേഖലകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായിരിക്കുകയാണ്. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ആക്രമണത്തെ ഇരു രാജ്യങ്ങളും വിമർശിച്ചു. സംഘർഷത്തിൽ ഇസ്ലാമാബാദും തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത അസീസ് ഗാർഡ് സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റുകൾ അങ്കാറയെ ഒഴിവാക്കുമെന്ന് ഉറപ്പാക്കി. JNU ഒരു തുർക്കി സർവകലാശാലയുമായുള്ള കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. സിനിമാ നിർമ്മാതാക്കൾ സിനിമാ ചിത്രീകരണത്തിനായി രാജ്യം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പാകിസ്ഥാന് അങ്കാറയുടെ സജീവമായ സൈനിക പിന്തുണ വ്യക്തമായ വഞ്ചനയായി ഇന്ത്യക്കാർ കാണുന്നു. 300 മുതൽ 400 ഡ്രോണുകളാണ് ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നെത്തിയത്. സിയാച്ചിൻ മുതൽ സർക്രീക്ക് വരെയുള്ള മേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ. തുർക്കി നിർമ്മിത അസീസ് ഗാർഡ് സോൻഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് എന്നുള്ളത് ഉറപ്പാകുകയും ചെയ്തു. ഇന്ത്യ നിർവീര്യമാക്കിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവ തുർക്കി നിർമ്മിതമാണെന്ന് കണ്ടെത്തുന്നത്. മെയ് 2 ഒരു തുർക്കിഷ് അഡാ ക്ലാസ് ആൻറ്റി സബ്മറൈൻ കറാച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടതായും വാർത്തയുണ്ടായിരുന്നു. 2024-25 ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $5.2 ബില്യൺ ആയിരുന്നു. 2023-24 ഇത് $6.65 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയായ $437 ബില്യൺ ഏകദേശം 1.5% ഇത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ടുമുതൽ തന്നെ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇതിനെ നേരിടുന്നതിനായി ഇന്ത്യ തന്റെ സ്വന്തം ഭൗമ രാഷ്ട്രീയ പങ്കാളിത്തങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ ഗ്രീസ് പിന്തുണയ്ക്കുന്ന സൈപ്രസ് റിപ്പബ്ലിക്കിനെ ഇന്ത്യ സ്ഥിരമായി പിന്തുണയ്ക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത വടക്കൻ സൈപ്രസിലെ ടർക്കിഷ് റിപ്പബ്ലിക്കിനു വേണ്ടി മുറവിളി കൂട്ടുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നിലപാടിന് വിരുദ്ധമാണ് ഇത്. സൈപ്രസിൽ ഇന്ത്യയുടേത് എന്ന പോലെ തന്നെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് ഗ്രീസ് തിരിച്ചും പിന്തുണ നൽകിയിട്ടുമുണ്ട്. അടുത്തിടെ ഇന്ത്യ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയ പുനഃക്രമീകരണങ്ങൾ തുർക്കിയെയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുമായും ഇന്തോ പാക് മേഖലയുമായും സഹകരണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയും പാകിസ്ഥാനിൽ നിന്ന് അകന്നുകഴിയുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക ഇന്തോ പാക് സ്ട്രാറ്റജിയുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഒരിക്കൽ പോലും വിഷയമായിട്ടില്ല. എന്നാൽ ഇന്ത്യ ചുരുങ്ങിയത് 5 തവണ പ്രധാന വിഷയമായി വരികയും ചെയ്തുവെന്നത് ശ്രദ്ധേയമാണ്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വ ദേശം യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും കടന്നുപോകുന്നത്. ഇതിൻ്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ പ്രസിഡന്റ് റെജ്പ് തയ്യിപ്പ് എർദോഗാൻ ശക്തമായി വിമർശിച്ചിരുന്നു. മാത്രമല്ല, ഏഷ്യ യൂറോപ്പ് പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു.
ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കിയെങ്കിലും 2023 ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ സഹാനുഭൂതിയുടെ മികച്ച ഉദാഹരണം പ്രകടമാക്കിയിരുന്നു. തെരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ തുർക്കി സർക്കാരിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ദൗത്യം നടപ്പാക്കിയിരുന്നു. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ആദ്യം എത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായിട്ടൊന്നും പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ്. 2025 സാമ്പത്തിക വർഷം $284 കോടി ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മാർബിൾ, ആപ്പിൾ, സ്വർണം, പച്ചക്കറികൾ, സിമന്റ്, നാരങ്ങ, മിനറൽ ഓയിൽ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി 2023-24 റെക്കോർഡ് നിലവാരത്തിൽ എത്തിയതാണ്. ഏകദേശം 1,60,000 ടൺ ആപ്പിളാണ് ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത്. തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ ആപ്പിൾ കർഷകർ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും സമീപിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം പ്രഖ്യാപനം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഉഭയകക്ഷി ധാരണ ലംഘിക്കുകയും തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വരികയാണ് ചെയ്തത്. കാര്യങ്ങൾ ഈ നിലയ്ക്ക് കൈവിട്ടു പോയാൽ തുർക്കിയുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്ന ശക്തമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. ആ നിരയിൽ ഏറ്റവും മുന്നിലുള്ളതാണ് 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതും മണിക്കൂറിൽ 29,400 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ മാരകമായ അഗ്നി-5 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണ്. ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമസേന 513 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 2229 വിമാനങ്ങളുള്ള ഒരു ഉയർന്ന പ്രൊഫഷണൽ സേനയാണ്. അതേസമയം തുർക്കി വ്യോമസേന 201 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 1083 വിമാനങ്ങളുമായി പിന്നിലാണ്. സായുധ സേനയ്ക്ക് പുറമെ ബ്രഹ്മോസ്, അഗ്നി പരമ്പര പോലുള്ള മാരകമായ സൂപ്പർസോണിക് മിസൈലുകളും പക്കലുള്ള ഇന്ത്യ നടത്തിയ ഒരു സാമ്പിൾ ഓപ്പറേഷൻ കൊണ്ട് പാകിസ്ഥാന്റെ ഗതി എന്ത് എന്ന് ലോകം കണ്ടതുമാണ്. അപ്പോൾ പിന്നെ രാജ്യം അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് കളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്ത്യയുടെ മിസൈൽ ആയുധശേഖരത്തിലെ ബ്രഹ്മാസ്ത്ര എന്നറിയപ്പെടുന്ന അഗ്നി-5 മിസൈൽ കരയിൽ നിന്ന് തൊടുക്കാവുന്ന ഒരു ആണവ MIR-5 ശേഷിയുള്ള ICBM ആണ്. 7000 കിലോമീറ്ററിലധികം ദൂരപരിധി ഇതിനുണ്ട്. ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വ്യോമദൂരം ഏകദേശം 4565 കിലോമീറ്ററാണ്. മണിക്കൂറിൽ 29,400 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ള അഗ്നി-5 മിസൈലിന് തുർക്കിയുടെ ഏതു ഭാഗത്തെയും തലസ്ഥാനമായ അങ്കാറയെ പോലും മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കാൻ കഴിയും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത അഗ്നി-5 ന്യൂഡൽഹിയുടെ ആയുധപ്പുരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഇതുകൂടാതെ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാനും ഇതിന് കഴിവുണ്ട്. ശത്രുരാജ്യങ്ങളുടെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിക്കാനുള്ള തന്ത്രങ്ങളും അഗ്നി-5-ലുണ്ട്. മറ്റ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെക്കാലം കേടുകൂടാതെ മിസൈൽ സൂക്ഷിച്ചു വയ്ക്കാനും ഇതിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ പ്രത്യേക തയ്യാറെടുപ്പ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അഗ്നി-5 ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ കഴിയും. എപ്പോഴും വിക്ഷേപണ സജ്ജമായിരിക്കുമെന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം. കരമാർഗം ഇന്ത്യയിൽ എവിടെയും എത്തിച്ച് എവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന റോഡ് മൊബൈൽ ലോഞ്ചറാണ് 20 മീറ്ററോളം ഏകദേശം ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഉയരം നീളം വരുന്ന അഗ്നി-5 തയ്യാറാക്കിയിരിക്കുന്നത്. കരസേനയ്ക്ക് വേണ്ടിയുള്ള മോഡലാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്. അഗ്നി-5 കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മിസൈൽ തങ്ങളുടെ വടക്കുകിഴക്കേ അറ്റത്തുള്ള ചെറിയ പട്ടണങ്ങൾക്ക് പോലും ഭീഷണിയാണ് എന്ന് ചൈനീസ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കി. 2023 തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ അകമഴിഞ്ഞ സഹായം വാഗ്ദാനം നൽകിയിരുന്നു. എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.